തീർച്ചയായിട്ടും എന്ത് പ്രശ്നം വന്നാലും പ്രവാസികളുടെ മേലോട്ടാണ് എല്ലാവരും കുതിര കയറുന്നത്. അവരുടെ പണം പിടിച്ചു പറിക്കുക, പോക്കറ്റ് അടിക്കുന്നതിന് തുല്യമായിട്ട് പിടിച്ചു പറിക്കുകയാണ് പ്രത്യേകിച്ച് വിമാന കമ്പനികൾ. അത് ഇപ്പോൾ ഗൾഫ് യുദ്ധത്തിന്റെ പേരിലാണ് ഇപ്പോൾ തുടങ്ങിയതെങ്കിലും ഇനി നമുക്കറിയാം ഓണക്കാലം വരികയാണ്. ഓൾറെഡി എല്ലാ വിമാന സർവീസുകളുടെയും തുക, അത് ലോ ബജറ്റ് വിമാനങ്ങൾ എന്ന് പറയുന്നവർ പോലും വലിയ തോതിലാണ് ഉയർത്തിയിരിക്കുന്നത്. സർക്കാർ വേണ്ടത്ര നിയന്ത്രണങ്ങൾ നടത്തുന്നില്ല. ഇത് ഗൾഫിലുള്ള പ്രവാസികളാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പക്ഷെ ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം ഡൽഹി, ബോംബെ, കൽക്കട്ട, ബാംഗ്ലൂർ, ഹൈദരാബാദിലൊക്കെയുള്ള എല്ലാവരെയും, മദ്രാസിലൊക്കെയുള്ള എല്ലാവരെയും വലിയ തോതിൽ ബാധിക്കുകയാണ്. ഞങ്ങളൊക്കെ 4000-5000 രൂപയ്ക്ക് വന്നുകൊണ്ടിരുന്നത് ഇപ്പം 10,000, 11,000, 12,000 രൂപയാണ് എക്കണോമിക് ക്ലാസ്സിലെ ഏറ്റവും വില ടിക്കറ്റ്. ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരാനായിട്ട്, അല്ല തിരുവനന്തപുരത്തേക്ക് വരാൻ, കോഴിക്കോട്ടേക്ക് വരാനൊക്കെ. അതിന്റെ 3 ഇരട്ടിയാണ് നമ്മുടെ ഗൾഫ് മലയാളികളെ. അത് ദുബായിൽ നിന്നായാലും അബുദാബിയിൽ നിന്നായാലും ഖത്തറിൽ നിന്നായാലും ഒമാനിൽ നിന്നായാലും കുവൈറ്റും ബഹ്റൈനും സൗദി എല്ലാ പ്രവാസികളെയും ഞെക്കിപ്പിഴുകയാണ്. ഒരു മര്യാദയില്ലാതെ പോക്കറ്റ് അടിക്കുകയാണ്. കൊള്ള ലാഭം കൊയ്യുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. വിമാന ഇന്ധനത്തിന്റെ വിലയിൽ ഉണ്ടായിരിക്കുന്ന ചെറിയ വർധനവിന്റെ 10 മടങ്ങാണ് നമ്മുടെ യാത്രക്കാരിൽ നിന്ന് പിടിച്ചു പറിക്കുന്നത്. അത് എക്കണോമിക് ക്ലാസ്സിലുള്ളതിന്റെ 4 ഇരട്ടി 5 ഇരട്ടിയൊക്കെയാണ് ബിസിനസ് ക്ലാസ്സിൽ ഈടാക്കുന്നത്. അത് കോർപ്പറേറ്റുകളും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ഒക്കെ ചെലവാക്കുന്ന പണം നമ്മുടെ നികുതി പണം തന്നെയാണ്. അപ്പോൾ അവര് വലിയ തോതിൽ, നമുക്കറിയാമോ, MP-മാര് ഓരോ തവണ വന്നിട്ട് പോകുന്നതും ബിസിനസ് ക്ലാസ്സിലാണ് വരുന്നതും പോകുന്നതും. അവരുടെ പാർലമെന്റ് ഉള്ളപ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾക്കും കിട്ടും. അപ്പൊ ഇത് ഗൾഫിലെ മലയാളികളെ മാത്രമല്ല, ലോകത്തൊട്ടാകെ പ്രവാസികളെ, അമേരിക്കയിൽ നിന്ന് വരുന്നവരെയും യൂറോപ്പിൽ നിന്ന് വരുന്നവരെയും എല്ലാ നിരക്കും കൂട്ടിയിരിക്കുകയാണ്. വിമാന കമ്പനികൾ വലിയ തോതിലുള്ള ഒരു കൊള്ള നടത്തുകയാണ്. പകൽ കൊള്ള എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു മര്യാദയില്ലാതെ വില കൂട്ടുകയാണ്. നമുക്കറിയാം 1000 കോടിയുടെ മുകളിൽ ലാഭം ഉണ്ടാക്കിയ കേരളത്തിൽ ഇൻഡിഗോ പോലുള്ള വിമാന കമ്പനികൾ പോലും വലിയ തോതിൽ കൊള്ള നടത്തുകയാണ്. നമുക്കറിയാം ഇവിടെ കോർപ്പറേറ്റ് വന്നതോടെ സ്വകാര്യവൽക്കരണം കൃത്യമായി വന്നിരിക്കുകയാണ്. കാരണം 2 പേര്, ബാക്കി എല്ലാവരും നിഷ്പ്രഭമായി. എയർ ഇന്ത്യയും ഇൻഡിഗോയും മാത്രമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഈ ഗൾഫ് മേഖലയിൽ നിന്നും ഇങ്ങോട്ടുമൊക്കെ പ്രധാന സർവീസുകൾ. ഗൾഫ് മേഖലയിൽ നിന്നും മറ്റു വിമാന കമ്പനികൾ തീർച്ചയായിട്ടും കൂടുതലുണ്ട്. പക്ഷേ ഇന്ത്യക്കകത്തായാലും പുറത്തായാലും ലോകത്തെവിടെയായാലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പാവപ്പെട്ട ഗൾഫിലെ സാധാരണക്കാരായ തൊഴിലാളികളെയാണ്. അവർക്ക് ഈ അവധിക്കാലത്ത്, ഓണാവധിക്കാലത്ത് നാട്ടിൽ വരാൻ പോലും കഴിയാത്ത, സ്വന്തം പ്രിയപ്പെട്ട കൊച്ചുമക്കളെ കാണാനും മക്കളെ കാണാനും ഭാര്യയെ കാണാനും അമ്മയെ കാണാനും പ്രായമായവരെ കാണാനും എത്താൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. വലിയ തോതിൽ ജീവിത ചെലവുകൾ കൂടുന്നതിന് പുറമെയാണ് തൊഴിൽ നഷ്ടപ്പെടുന്നു, ശമ്പളം കുറയുന്നു, ബിസിനസ്സിൽ ഇടിവുണ്ടാകുന്നു. ഇതിനൊക്കെ പുറമെയാണ് നമുക്ക് ഈ വിമാന കമ്പനികളുടെ കൊള്ള. ഇത് അംഗീകരിക്കാവുന്നതല്ല. ഇതിനെതിരെ പാർലമെന്റിൽ അടക്കം MP-മാര് പലതവണ ശബ്ദമുയർത്തി. ഇനിയും അത് മറ്റു പല പ്രശ്നങ്ങൾക്കിടയിൽ മുങ്ങിപ്പോവുകയാണ്. കാരണം അയോധ്യയിലെ ക്ഷേത്ര സംഭാവന കൊള്ളയും അടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ, ജനകീയ പ്രശ്നങ്ങൾ ഉയർത്താൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇതെല്ലാം രാജ്യത്തിന് ഗുണകരമല്ല. എന്തായാലും കേന്ദ്ര സർക്കാർ, കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വിമാന കമ്പനികളുടെ മേൽ കൃത്യമായ ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.